എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തണൽ ഫെസ്റ്റ് 2026 17ാം വാർഷികാഘോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ആയതുകൊണ്ടും അതിലേറെ അദ്ദേഹം അബ്ദുൽ ലത്തീഫ് സാർ പറഞ്ഞതുപോലെ അത്രയേറെ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സമയമായിട്ടും ഞാനിവിടെ നിൽക്കാൻ ഏറെ കാരണം. ഏറെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് ഇത്രയധികം പ്രൗഢഗംഭീരമായൊരു സദസ്സ് ഈ ഒരു 8 മണിയാവാറായി ഏകദേശം. ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു നന്ദി കൂടെ അറിയിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് തിരക്കുകളുണ്ടാവും, നല്ല ചൂടുള്ള ഒരു സമയം കൂടെയാണ്. എല്ലാം മാറ്റിവെച്ച് നിങ്ങളിവിടെ എത്തി. അതിലേറെ നിങ്ങളിപ്പോഴും കാത്തിരിക്കുന്നത് ഇവിടുത്തെ കലാപരിപാടികൾ ആസ്വദിക്കാനായിരിക്കും. ഒരുപാട് പേര് മേക്കപ്പൊക്കെ ചെയ്ത് ഒരുപാട് നേരമായിട്ട് നിൽക്കുന്നുണ്ടാവും, ഡ്രസ്സിങ് എല്ലാം ചെയ്തിട്ടുകൊണ്ട് തന്നെ. ഏത് തന്നെ സ്വാഗതം ആശംസിച്ച അബ്ദുൽ ലത്തീഫ് സാർ അവറുകൾ, അധ്യക്ഷ സ്ഥാനം വഹിച്ച നാസർ അവറുകൾ, മുഖ്യപ്രഭാഷണം നടത്താൻ പോകുന്ന സെക്രട്ടറി ജമാഅത്തെ കേരള അബ്ദുൽ ഹക്കീം നദവി അവറുകൾ, ജനറൽ സെക്രട്ടറി ഇൻഫാഖ് ഷാനവാസ് KK അവറുകൾ, റുക്സാന ഇർഷാദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ അവറുകൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് അവറുകൾ, പ്രസിഡന്റ് ജമാഅത്തെ മാറാഞ്ചേരി ഏരിയ കമ്മിറ്റി A സൈനുദ്ദീൻ അവറുകൾ, മണ്ഡലം പ്രസിഡന്റ് വെൽഫെയർ പാർട്ടി P മുഹമ്മദ് പൊന്നാനി അവറുകൾ, നുസ്രുദ്ദീൻ പോഴത്ത് വാർഡ് മെമ്പർ തുടങ്ങിയ വേദിയിലെയും മറ്റു അയൽക്കൂട്ടത്തിലെ മെമ്പേഴ്സ്മാർ, തണലിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ 4 മണിക്ക് തുടങ്ങിയ ഒരു പ്രോഗ്രാം വളരെ സന്തോഷത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും ചിരിയും സന്തോഷവും പൂർവ്വമായി നിങ്ങളുടെ ഒരു വലിയൊരു വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാത്തൊന്നും മാറ്റിവെച്ച് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ ഡാൻസും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാർ മക്കളുള്ളവരുടെ അവരുടെ അമ്മമാരും എല്ലാവരും കൂടെ ആലോചിച്ച് ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുകളും പ്രാക്ടീസുകളും ഒക്കെ ചെയ്തിട്ട് ഇത്രയും വലിയൊരു വേദിയിൽ നിങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഈ തണലിൻ്റെ 17ാം വാർഷികം എന്നുള്ളത്. സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറ്റവും കൂടുതൽ ഈ 2025, 26, 24 കാലഘട്ടം നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നൊരു കാലഘട്ടമാണ്. അത് എസ്പെഷ്യലി എന്ന് പറയുകയാണെങ്കിൽ അയൽക്കൂട്ടം, കുടുംബശ്രീ പോലുള്ളവരിൽ നിന്ന് ADS, CDSമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഇലക്ഷൻ ആണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ കരുത്താർജിച്ച് രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത് സ്ത്രീകളാണ്. പലിശരഹിതമായിട്ട് തുടക്കത്തിൽ തന്നെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ 10 20 വീടുകളിൽ നിന്ന് തുടക്കം കുറിച്ച അയൽക്കൂട്ടങ്ങൾ ഒരു ബാങ്ക് വഴി കുറഞ്ഞ പലിശ രീതിയിൽ സ്ത്രീകളെ സാമ്പത്തികമായിട്ട് സുരക്ഷിതം ഉറപ്പാക്കുക, അതുവഴി ഒരു തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നായിരുന്നു. എന്നാൽ ഇന്ന് തണലിൻ്റെ കീഴിൽ 150ൽ പരം അയൽക്കൂട്ടത്തിൽ 3000-ഓളം സ്ത്രീകളാണ് ഇതിൽ ഉള്ളതെന്ന് അറിയാൻ സാധിച്ചു. ഏറെ സന്തോഷം. നിങ്ങളുടെ കൂടെയുള്ളവരെ തന്നെ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം അത് ചിലപ്പോൾ നമ്മൾ പറയും അത് 1 രൂപയാണെങ്കിലോ 2 രൂപയാണെങ്കിലും നമ്മൾക്കതൊരു വിലയില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള സഹോദരിക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് അവരുടെ ജീവിതകാലം മുഴുവനും അവർ ഓർത്ത് വെക്കുന്ന ഒന്നാണ്. ആ ഒരു ഓർത്ത് വെക്കലിൻ്റെ 17ാം വാർഷികം കൂടെയാണ് നിങ്ങൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത്. അതുകൂടാണ്ട് സാമൂഹികപരമായിട്ടുള്ള ശാക്തീകരണം. നമുക്കറിയാം നമ്മളിന്ന് നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അത് ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യപരമായ മേഖലകളിലായാലും എത്രത്തോളം മാറ്റങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും എൻജിനീയേഴ്സ് ആണെങ്കിലും IAS ഓഫീസേഴ്സ് ആണെങ്കിലും എല്ലാ മേഖലകളിലും സ്ത്രീകൾ അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ നമ്മൾ തയ്യാറാണ്, അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്. നമുക്ക് പഠിക്കാൻ പറ്റാത്തിടത്തൊട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ച് അവരുടെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി രാഷ്ട്രീയ മേഖലയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻ്റ് ആണെങ്കിലും ഒക്കെ നമുക്കറിയാം എവിടെ വരെ എത്തി നമ്മളുടെ മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാട്. നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും. തുടർന്നും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം.
നമ്മളുടെ ശബ്ദം അത് അടുക്കളകളിലോ അല്ലെങ്കിൽ ഒരു നാലും കൂടി ഒരു ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങാതെ അത് പുറത്തോട്ട് ഉയരുമ്പോൾ മാത്രമാണ് നമ്മൾ എത്രത്തോളം ശാക്തീകരിച്ചു എന്ന് മനസ്സിലാവാൻ സാധിക്കുക. വെറുതെ നമ്മളൊരു ഫോണിൽ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ കമൻസ് ഇടാതെ നമ്മൾ മുന്നോട്ട് വന്ന് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ അതെവിടെയാണോ നമ്മളത് ചോദിച്ച് മേടിക്കണം. അങ്ങനെ മേടിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ശക്തരാകൂ. ആ ശക്തിയാണ് നമ്മൾ ഇന്നിവിടെ കാണുന്ന ഇത്രയും വലിയ സാഹചര്യം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തണലിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലുള്ളവർക്ക് തന്നെ ഏകദേശം സാറ് പറഞ്ഞതുപോലെ 5 കോടിയോളം രൂപ പലിശരഹിതമായിട്ട് നിങ്ങളവർക്ക് നൽകി. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ 3000 എന്നുള്ളത് 5000 10,000 ഉയർന്നുകൊണ്ട് മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുകയും അവരെ ഇതിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മെഡിക്കൽ ക്യാമ്പുകളെല്ലാം നടത്തുന്നുണ്ട്. കൃഷിപരമായിട്ട് പുരയുടെ കൃഷികൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു 2-3 ഏക്കറോ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ ഇപ്പോൾ സർക്കാർ ജോലികളോ അല്ലെങ്കിൽ അൺഎയ്ഡഡ് ജോലി എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു സംരംഭം തുടങ്ങാം. അതിനൊരുപാട് നമ്മൾ പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലെല്ലാം ഒരുപാട് സഹായങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം എടുത്ത് നോക്കുകയാണെങ്കിൽ 6-5 പേര് ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പലിശയിൽ തന്നെ നിങ്ങൾക്ക് സംരംഭം തുടങ്ങാൻ സാധിക്കും. അതിപ്പോൾ അച്ചാറ് കമ്പനികളുണ്ട്. കൂൺ കൃഷിയൊക്കെ ഇപ്പോൾ വളരെ ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ചെറിയൊരു റൂം എടുത്ത് കഴിഞ്ഞാൽ കൂൺ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 5 lakh 6 lakhൻ്റെ എബോവിലാണ് ഇപ്പോൾ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യേണ്ട. ആ ഒരു കൂൺ കൃഷി ചെയ്ത് നമ്മൾ ആ കൂണിൻ്റെ ഒന്ന് വൈക്കോലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 to 5 days നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൂൺ കൃഷി എടുക്കാൻ പറ്റും. ചെറിയൊരു ബോക്സിന് തന്നെ 100-120 രൂപയൊക്കെയാണ് ഒരു പാക്കിന് വരുന്നത്. പച്ചാറ് പോലെ കൃഷികൾ, തയ്യൽ അറിയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഒരു ഷോപ്പ്, ഒരു തയ്യൽ ഷോപ്പിലോ റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ only 1 stitch മാത്രമാണ് അവിടെയൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിൽ കൂടുതൽ പേർക്ക് അറിയാവുന്ന തൊഴിൽ ഏതാണോ ആ തൊഴിൽ മേഖലയെ കണ്ടെത്തി അതിനെ കൂടുതൽ പ്രമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ അതൊരു തൊഴിലായിട്ട് മാറ്റി നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കാം. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ ശാക്തീകരണം നേടാൻ പറ്റുക. അല്ലാണ്ട് ഒരാൾ ചെയ്യുന്ന കാര്യം തന്നെ റിപ്പീറ്റ് മോഡിൽ ചെയ്യാണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ ഒരു രീതിയിലുള്ള തൊഴിലുകൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് വരാം. നമ്മുടെ കയ്യിൽ ഒരു 500 രൂപ എടുക്കാനുണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ആത്മവിശ്വാസമാണ്. മറ്റുള്ളവരോട് ചോദിക്കാണ്ട് നമുക്കായിട്ട് നമ്മൾ തുടങ്ങുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മളത് ചെയ്യാൻ ശ്രദ്ധിക്കാം. എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ തണലിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നൽകുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.